സുനിത എല്ലാവരുടെയും കൂടെ ഡൈനിങ് ടേബിളിൽ നിന്ന് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇവിടെ ഇരുന്ന് കഴിക്കാൻ വരട്ടെ, ഇങ്ങനെ ഒരു ശീലം ഇവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇനി ഇവിടെ ഇരുന്ന് കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബാലചന്ദ്രനും മക്കളും കൂടെ എണീറ്റ് പോകുന്നുണ്ട്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, ഇതുപോലെ ശീലം ഉണ്ടായതില്ല, പക്ഷെ നിങ്ങളായിട്ട് ഒരുക്കി കൊണ്ടുവന്നതായിരുന്നു, അതാണ് ഞാൻ ഇപ്പോഴും കൊണ്ടുവന്നത്. നിങ്ങൾ കൊണ്ടുവന്ന ഒരാളെ നിങ്ങൾ ഡൈനിങ് ടേബിളിൽ ഇരുത്തി ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ ഞാൻ കൊണ്ടുവന്ന ആളെ അതുപോലെ ഇരുത്തുന്നുണ്ട്, എന്താണ് തെറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കൃഷ്ണ ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, ചേച്ചി എന്തിനാണ് ഇപ്പോൾ ഡൈനിങ് ടേബിളിൽ വന്നിരുന്നത്, ഞങ്ങളിവിടെ കുടുംബം കലക്കാൻ വേണ്ടി വന്നതാണോ എന്നൊക്കെ പറയുന്നുണ്ട്. അയ്യോ മോളെ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, എന്നോടത്ത് ഇവിടെ ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഇരുന്നു, ഞാൻ സാധാരണ എല്ലാ വീട്ടിലും ജോലിക്ക് പോയി അടുക്കളയിൽ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കാറ് എന്നൊക്കെ പറഞ്ഞിട്ട് എണീറ്റ് പോകുന്നുണ്ട്. അലീന വലിയപ്പച്ചന് ഭക്ഷണമൊക്കെ വിളമ്പിയിട്ട് കഴിക്കാനിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും സ്റ്റാൻലിയും വരുന്നുണ്ട് കഴിക്കാൻ. എന്നിട്ട് പറയുന്നുണ്ട്, സ്പൂണും കൊണ്ട് ഭക്ഷണം കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അലീനൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ കഴിച്ച് ശീലമില്ല, എനിക്ക് കൈ കൊണ്ട് കുഴച്ച് കഴിക്കാനാണ് ഇഷ്ടം, അങ്ങനെ കഴിച്ചാലല്ലേ നാവിൽ രുചി വരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഡൈനിങ് ടേബിൾ മാനേഴ്സ് അറിയില്ലേ, ഇതാണ് ടേബിൾ മാനേഴ്സ്, ഇങ്ങനെ ശീലിക്കണം, നീ ഇനി സ്റ്റാൻലിയുടെ മകളാണ്, പഴയ ജീവിതമൊക്കെ മറക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവധക്കുട്ടി പറയുന്നുണ്ട് സ്റ്റാൻലിയുടെ അടുത്ത്, അവൾക്ക് ഇഷ്ടമുള്ള പോലെ കഴിച്ചോട്ടെ, നീ എന്തിനാണ് അതിൽ ഇടപെടുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് പറ്റില്ല, ഇവിടെയുള്ള നിയമം എങ്ങനെയാണ്, എങ്ങനെ ശീലിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻലി ദേഷ്യത്തോടെ പറയുന്നുണ്ട്. അതൊന്നും കേൾക്കാണ്ട് അലീന കൈകൊണ്ട് തന്നെ കഴിക്കുന്നു. അതുകൊണ്ടതും സ്റ്റാൻലി ദേഷ്യം വന്നിട്ട് എണീറ്റ് പോവുകയാണ് ചെയ്യുന്നത്. സ്റ്റാൻലി അലീനയുടെ റൂമിൽ പോയിട്ട് പറയുന്നുണ്ട്, ഞാനിവിടെ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവന്നിട്ടുണ്ട്, കുറേ വർഷങ്ങളായിട്ടുള്ളതാണ്, അത് നീയായിട്ട് തെറ്റിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊരു ഡിസിപ്ലിനാണോ പപ്പ, കിച്ചണിൽ എന്താ ഡിസിപ്ലിനാണുള്ളത്, ഈ വീടിനും ഇല്ല പപ്പയ്ക്കും ഇല്ല, ഒരു കയ്യിൽ മദ്യം ഒരു കയ്യിൽ സിഗരറ്റും ഉള്ള ഏത് പട്ടാളക്കാരനാണുള്ളത്, പട്ടാളക്കാരെന്ന് വെച്ചാൽ നല്ല ഡിസിപ്ലിനുള്ള ആളായിരിക്കില്ലേ, ഗംഗാധരൻ്റെ മേനോനെ കുറിച്ചിട്ട് പപ്പയ്ക്ക് അറിയില്ലേ, അങ്കിള് എന്ത് ഡീസൻ്റ് ആണെന്നോ, ഇതാണ് ഡിസിപ്ലിൻ, അതാണ് നല്ലൊരു പട്ടാളക്കാരൻ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അത് കേട്ടിട്ട് സ്റ്റാൻലി പറയുന്നുണ്ട്, അത് ശരിയായിരിക്കാം, പക്ഷേ ഞാൻ ശീലിച്ചത് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, ഒരുപാട് വർഷങ്ങളായി ഞാൻ ശീലിച്ച ചില ശീലങ്ങളുണ്ട്, അതെനിക്ക് മാറ്റാൻ കഴിയില്ല, ഞാൻ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്, പതിയെ മാറ്റിക്കോളാം, ഞാൻ പപ്പയോട് തെറ്റായി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, സോറി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അങ്ങനെ സ്റ്റാൻലി ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞിട്ട് അലീനയുടെ അടുത്ത് കിടന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. സ്നേഹത്തോടെ പോയിട്ട് പിന്നെയും തിരിഞ്ഞു നോക്കുന്നുണ്ട്. വൈജയന്തി കാലത്ത് എണീറ്റ് വന്ന് നോക്കുമ്പോൾ കൃഷ്ണ മുറ്റുപടിക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ കിച്ചണിൽ പോയി നോക്കുമ്പോൾ ബബിയും രോഹിതും കൂടെ അവിടെ ജോലി ചെയ്യുന്നുണ്ടാവും. അങ്ങനെ റൂമിൽ വന്ന് നോക്കുന്നുണ്ട് സുനിത കിടക്കുന്നിടത്ത്. എന്നിട്ട് സുനിത എണീറ്റിട്ടുണ്ടായില്ല. അപ്പോൾ നീ എന്താ ഈ നേരത്താണോ എണീക്കുന്നത്, ഞാൻ സാധാരണ 6:45 ചേച്ചി എണീക്കാറ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ 5:30 എണീക്കാൻ ശ്രമിക്കണം എന്നൊക്കെ പറയുന്നു. അപ്പോൾ അതെനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്, ഞാൻ 6:15 എണീക്കാൻ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അങ്ങനെ കിച്ചണിൽ പോയിട്ട് മക്കളോടൊക്കെ ദേഷ്യപ്പെടുന്നുണ്ട് വൈജയന്തി, ഇനി നിങ്ങളിങ്ങനെ കിച്ചണിൽ വന്ന് ജോലിയൊന്നും ചെയ്യേണ്ട, നിങ്ങൾ പഠിക്കാനുള്ള കാര്യം മാത്രം നോക്കിയാൽ മതി, നിങ്ങളുടെ അടുത്ത് ആരായി അടുക്കളപ്പണിയൊക്കെ പറഞ്ഞു തന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. രോഹിത് പറയുന്നുണ്ട്, ഞങ്ങൾ സ്നേഹത്തോടെ മിണ്ടിയും പറഞ്ഞും സഹകരിച്ചും ജോലി എടുക്കണം, അമ്മയായിട്ട് ഇവിടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അതായിട്ട് വൈജയന്തിക്ക് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, ഞാനാണോ ഇവിടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചൂടാവുന്നുണ്ട്. ബബി അപ്പോഴേക്കും ദേഷ്യം വന്നിട്ട് അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്, വായിക്ക് രുചിയായിട്ട് ഞങ്ങൾ എന്തെങ്കിലും വെച്ച് കഴിക്കാമെന്ന് പറഞ്ഞാൽ അതിന് സമ്മതിക്കില്ല അല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങി പോവുകയാണ് കിച്ചണിൽ നിന്ന്. സുനിതയ്ക്ക് അടുക്കളയിലുള്ള കാര്യങ്ങളൊക്കെ വൈജയന്തി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓരോ സാധനങ്ങൾ എടുത്താൽ അത് എടുത്തെടുത്ത് വെക്കണം, വൃത്തികേടായിട്ട് ഇടരുത്, എന്താണ് അടുക്കളയ്ക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.